അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് വ്ളോഗാണ് കേട്ടോ. സോ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോണത് ഇൻറ്റേൺഷിപ്പിൽ പോകുന്ന കഥകളൊക്കെയാണ്. അപ്പോൾ ഏകദേശം 3 ഡേയ്സിന് മൊത്തത്തിൽ നമ്മളിതിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് ഡേ കമ്പനി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ പോയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടൊന്നും അറിഞ്ഞില്ല. അങ്ങനെ വേറെ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ കമ്പനിയിലെത്തിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു മിനി ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കമ്പനി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന പാട് ഓഫീസിൽ പോയിട്ട് അവിടെ നമുക്ക് അവിടുത്തെ കമ്പനിയുടെ ഓണർ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഇതൊക്കെ ഫയൽ വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളോട് അവിടെ റെഫറൻസൊക്കെ നോക്കാൻ പറഞ്ഞു. പിന്നെ കമ്പനിയുടെ ബാക്കിലാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ അവിടെ പോയി. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ അവർ നമ്മൾ കോൾ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് വ്ളോഗ് ആകുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് കറങ്ങാൻ പോയതും എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇവിടെ മെയിനായിട്ട് കോക്കനട്ട് ഓയിലും പിന്നെ വെർജിൻ ഓയിലും ആണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സെക്ഷൻ കോക്കനട്ട് ഓയിലിൻ്റെയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫിൽട്രേഷൻസും കാര്യങ്ങളൊക്കെ മൂപ്പർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിലായിട്ട്. അത് നമ്മളതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകണമെന്നാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സൊക്കെ ആണ് പറഞ്ഞു തരുന്നത് അത്ര വലിയ വ്യക്തമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തേങ്ങകളൊക്കെ കുടിക്കാനുണ്ട്. സംഭവം നല്ല ഫ്രഷ് തേങ്ങ വെള്ളമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പാക്കിങ് സെക്ഷനിലോട്ടൊക്കെയാണ് പോയത്. അപ്പോൾ പാക്കിങ് സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുന്ന് നേരെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഓൾറെഡി പാക്കേജിങ് ആയിട്ട് ഡേറ്റും സംഭവങ്ങളൊക്കെ അവർ തന്നെ അടിച്ചു കൊടുത്തിട്ട് അത് ഡയറക്റ്റ് താഴെ വന്ന് വീഴും. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലും എല്ലാം ഇതിൽ ചെയ്യുന്നത് കണ്ടു. പിന്നെ നമ്മൾ ഉച്ച ടൈമായപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെർജിൻ ഓയിലിൻ്റെ കാര്യങ്ങളോട് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഒന്ന് ഫുഡിന് പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഫുഡ് കഴിച്ചിട്ട് പിന്നെ പുറത്ത് പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ പോണത് ഡാമിലോട്ടായിരുന്നു പോയത് കേട്ടോ. Arya, where are we going? Yes. അങ്ങനെ നമ്മൾ നേരെ ഡാമിൻ്റെ ബാക്കിലോട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പോർഷനിലായിട്ട് കൊടുക്കാം കേട്ടോ, നമ്മളെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അടുത്തുള്ള ചിക്കി സ്പോട്ടിലോട്ട് കയറി. അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് മന്തിയും പിന്നെ ബ്രോസ്റ്റഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ സംഭവം ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ നമുക്ക് കഴിച്ചല്ലേ പറ്റൂ, അതവിടെ കളഞ്ഞു. എന്നിട്ട് സംഭവം നല്ല വിറ്റാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ ഔട്ടിങ്ങിൽ ഭയങ്കര വിറ്റാണ്. പിന്നെ സെക്കൻഡ് ഡേ ഞങ്ങളിതാ വീണ്ടും പുറപ്പെട്ടു. പോണത് വീണ്ടും കമ്പനിയിലോട്ടാണ്. പിന്നെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഫ്രണ്ടിൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് നേരെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരോടും ഒരൊറ്റ ഓട്ടോയിലാണ് കയറിയിട്ട് പോയത്. അവിടെ എത്തിയപ്പോൾ നമ്മളോട് ചെറിയൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ വരച്ചു കൊടുത്തു. അതിലുള്ള മിസ്റ്റേക്സൊക്കെ സാറ് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നോർമൽ ഡേ പോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതവളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആണ് പിന്നെ 2 ഡേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലോങ് റൈഡ് ആയതുകൊണ്ട് പീച്ചിൽ നിന്നൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡേ 3 ആയി. 3ൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോർമൽ ഡേയ്സ് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സംഭവം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴി 2 സൈഡും കാടാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് ആര്യവൈദ്യശാലയുടെ ഒരു വലിയ ഫാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നോർമലി കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒക്കെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മുടെ കമ്പനിയും വരുന്നത്.
അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ കമ്പനിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 1.4 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് അവിടെ എത്തിയതിൻ്റെ ശേഷമുള്ള വീഡിയോസ് നമ്മൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയതാണ് പിന്നെ നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അവിടെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നു ഡാം കാണാൻ. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ പോകുന്നത് ഡാമിലോട്ടും പിന്നെ എന്താ പറയുക ഗാർഡൻ വ്യൂസൊക്കെ എല്ലാം ഒരുപോലെ വരുന്ന അങ്ങോട്ടാണ് പോയത് കേട്ടോ. സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പകുതി പോലും നമുക്ക് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പോയി പിന്നെ അവിടെ ടിക്കറ്റിന് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ഏകദേശം 30 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പോയി എന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ പോന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇതാ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഡാമിൻ്റെ വ്യൂ. പിന്നെ നമ്മൾ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മേലെ നിന്ന് എടുത്ത് ക്ലോസപ്പ് നമുക്ക് ഒന്നുകൂടെ ഇഷ്ടമായത്. പിന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂ അല്ല സൈഡ് വ്യൂ ആണ് കിട്ടിയത്. പിന്നെ മതിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ കിട്ടിയുള്ളൂ വീഡിയോ. പിന്നെ അവിടുന്ന് നേരെ പോയിട്ട് സെക്യൂരിറ്റിമാരുടെ അടുത്ത് കുറച്ച് ചീത്ത കേൾക്കുന്ന സീൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഗൈസ് അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ബർഗർ കഴിക്കാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്നപ്പോൾ സിംഗർ ബർഗറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു സംഭവം. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. സംഭവം ഒരു ആവറേജ് ടേസ്റ്റ്, കുഴപ്പമില്ലാത്ത ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അത് ഏകദേശം നൈറ്റൊക്കെ ആയപ്പോൾ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഡൊമിനോസിൽ ഓഫർ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല. 2 ഫ്ലേവർ പിസ്സ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഫ്ലേവർ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും അത് ഒറിഗനയും ചില്ലി ഫ്ലേക്സൊക്കെ കൊട്ടി ഇട്ടിട്ട് അത് രണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. ഗൈസ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പം നെക്സ്റ്റ് ഡേ പിന്നെ ഒന്നിനും നിന്നിട്ടില്ല, നേരെ പോയി. എന്നിട്ട് കമ്പനി നേരെ പീച്ചിലോട്ട് വന്നു. രാവിലെ എണീറ്റു. ഇത് റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ പിന്നെ നമ്മൾ നേരെ നാട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, നല്ല സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ള നമ്മൾ നേരെ നാട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് അടുത്ത വീഡിയോ കാണാൻ ബൈ.